നമസ്കാരം. മീനമാസത്തിലേക്ക് ഏവരും പ്രവേശിക്കുകയാണ്. ഈ മീനമാസത്തിൽ ശുക്രദശയ്ക്ക് തുല്യമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഇവരുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നത് സൗഭാഗ്യം നിറഞ്ഞ ഒരു മാസം തന്നെയാകുന്നു. ശുക്രന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. വിശേഷാൽ മാസാധ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് 10ാം ഭാവത്തിലെ ആദിത്യനും 9ലെ ശുക്രനും 11ലെ ഗുരുവും അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് എന്ന് ആദ്യമേ മനസ്സിലാക്കുക. നിരന്തരമായി പരിശ്രമങ്ങൾ നടത്തിയിട്ടും വിജയിക്കുവാൻ സാധിക്കാത്തതായ പല രീതിയിലുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് അനുകൂലമായി ഭവിച്ചിരിക്കുന്ന സമയമാണ് ഇത്. ചെറു പ്രയത്നങ്ങൾ കൊണ്ട് തന്നെ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. കൂടാതെ ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ കർമ്മരംഗത്തും ഇവർക്ക് പ്രതീക്ഷിക്കാം എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാകുന്നു. കർമ്മരംഗത്തും വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ അഥവാ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാകുന്നു. തൊഴിൽപരമായി പല രീതിയിലുള്ള തടസ്സങ്ങളുണ്ട് എങ്കിലും അതെല്ലാം ഇവർക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ മറ്റുള്ളവർക്ക്, ഉപദേശങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത്. അതുമായി ബന്ധപ്പെട്ട് അഭിനന്ദനങ്ങൾ പോലും നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. 9ൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ പിതാവുമായുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. ആ കാര്യം അല്പം ശ്രദ്ധിക്കുക. മറ്റ് തർക്കങ്ങൾക്കും കാരണമായേക്കാം. അതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആത്മീയപരമായി വളരെയധികം താല്പര്യം വർദ്ധിക്കുന്ന സമയമാകുന്നു. ഈ സമയം വിദ്യാർത്ഥികളുടെ ഓർമ്മശക്തി വളരെയധികം മെച്ചപ്പെടുന്ന സമയമാകുന്നു. വളരെയധികം നേട്ടങ്ങൾ വിദ്യയിൽ സ്വന്തമാക്കുവാനും മത്സര പരീക്ഷകളിൽ വിജയം നേടുവാനും സാധിക്കും. വരുമാനം വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങളും മനസ്സമാധാനവും കടന്ന് വരുന്നതായ സമയം എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. 6ാം ഭാവത്തിലെ സൂര്യരാഹു യോഗം അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ നൽകുക. സ്വന്തം താല്പര്യത്തിന് ഹാനിയുണ്ടാകാത്ത വിധം പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ തന്മൂലം സാധിക്കും എന്ന കാര്യം ഓർക്കുക. കച്ചവടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ സമയം തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സമയം പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ കടന്നു വരുന്ന ഒരു സമയം തന്നെയാകുന്നു. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരാം. സാമ്പത്തികപരമായ തടസ്സങ്ങളുണ്ട്, എന്നിരുന്നാൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. ഇൻഷുറൻസ്, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈവരുന്നതായ അവസരങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും. ശുക്രന്റെ കുംഭം, മീനം രാശികളിലെ സഞ്ചാരത്താൽ ഭാവനാശക്തിയും ധനപരമായ നേട്ടങ്ങളും വന്ന് ചേരുന്ന സമയം തന്നെയാകുന്നു. ഭാവനാശക്തി ഉണർന്നു പ്രവർത്തിക്കും എന്ന് തന്നെ പറയാം. തന്മൂലം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം കലാകാരന്മാർക്ക് ഏറ്റവും ശുഭകരമായ അവസരങ്ങൾ തന്നെ സൃഷ്ടിക്കപ്പെടും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. സാങ്കേതികപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയം കാണും. വീട് വിട്ട് നിൽക്കുന്നവർക്ക് വീട്ടിലേക്ക് മടങ്ങുവാനുള്ള അവസരങ്ങൾ സംജാതമാകും. കുടുംബ ബന്ധങ്ങളെ ബാധിക്കുന്ന പല കാര്യങ്ങളും ഒഴിവാക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. സമർത്ഥമായി പ്രതിരോധിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങളും മനസ്സമാധാനവും കടന്നു വരുന്ന സമയമാകുന്നു. തൊഴിൽ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വാഹനങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യത ഈ സമയം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ പല കാര്യങ്ങളിലും ഉയർന്ന വിജയങ്ങൾ നേടുവാൻ സാധിക്കും. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം കൂടിയാണ് ഇത്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. തീർത്ഥയാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ കൂടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു മാസമാണ് മീനമാസം. അതിനാൽ തന്നെ തൊഴിൽപരമായി വളരെയധികം മുന്നേറ്റം നേടുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക.
പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഉന്നതമായ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് മികവ് തെളിയിക്കുവാൻ സാധിക്കുന്നതായ അവസരം തന്നെയാണ് ഇത്. സ്വന്തം വ്യാപാരത്തിൽ വിപുലീകരണം സാധിക്കും എന്ന കാര്യം ഓർക്കുക. വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. കൂടാതെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം കൃഷിയുമായി ബന്ധപ്പെട്ട് ലാഭം നേടുവാനും അതേപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് സന്തോഷം ലഭിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ബന്ധുക്കളോ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ആയി ബന്ധപ്പെട്ട് തീർത്ഥയാത്രകൾ പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അത്തരം ചർച്ചകൾ നിങ്ങൾക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. രാഷ്ട്രീയപരമായി അനുകൂലമായ സമയം തന്നെയാണ് ഇത്. വാക്പോരിൽ ഏർപ്പെടാനുള്ള സാധ്യത കൂടുതലാകുന്നു. ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക. അതല്ല എങ്കിൽ പലവിധ തടസ്സങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പൊരുത്തമില്ലാത്ത പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരികയും പരിഹാസം നേരിട്ടതായ അവസ്ഥകളുണ്ട്. എന്നാൽ ഈ സമയം അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തന്നെ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. പങ്കാളിത്ത ബിസിനസ്സും നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ലാഭദായകമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിശ്രമം, വിനോദം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പല സമയങ്ങളിലും ചെയ്യുവാൻ സാധിക്കാതിരുന്ന പല കാര്യങ്ങളും ഈ സമയം ചെയ്യുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം എന്നെന്നും ഓർമ്മിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങളും ഈ സമയം ചെയ്യുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടതായ അവസരമാണ് എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി, ചൊവ്വ ഗ്രഹങ്ങളുടെ 3-ാം ഭാവത്തിലെ സഞ്ചാരം ആത്മശക്തി ഉയർത്തുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം ഓർക്കുക. മടിച്ചു നിന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതായ സമയമാണ്. ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നിട്ടിറങ്ങുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. പല കാര്യങ്ങളിലും പിന്തുണ വർദ്ധിക്കുന്നു എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. 4-ാം ഭാവത്തിലെ ആദിത്യ രാഹുയോഗം അത്ര ശുഭകരമായിരിക്കില്ല. അതിനാൽ ഗൃഹസൗഖ്യം അല്പം കുറയാം. ആ കാര്യം പ്രത്യേകം ഓർക്കുക. എന്നാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉണ്ടാകുന്ന തർക്കങ്ങൾ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഉപരി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഉയർന്ന വിജയം തന്നെ നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. ഈ സമയം അത്തരം കാര്യങ്ങൾക്ക് അയവുണ്ടാകും എന്ന് തന്നെ പറയാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് യാത്രകൾക്ക് സാധിക്കും, മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. അശ്രദ്ധയും ഏകാഗ്രത ഇല്ലായ്മയും കാരണം ചില പ്രശ്നങ്ങൾക്ക് കാരണമാകും. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്ന കാര്യം പ്രഥമമായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. കരാറുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ തന്നെ ചെയ്യുക. പ്രത്യേകിച്ചും കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ദോഷമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്ക് ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭാഗ്യം കൂടി അനുകൂലമാകുന്നതിനാൽ നിങ്ങൾക്ക് ഇരട്ടി ഫലം തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ധനപരമായും അല്ലാതെയും സന്തോഷം പകരുന്നതായി മാറും എന്ന കാര്യം ഓർക്കുക. ഈ സമയം പ്രത്യേകിച്ചും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക എന്ന കാര്യമാകുന്നു. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് കൂടാതെ കുടുംബദേവതയെ കൂടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂലം തന്നെയാണ് ഈ സമയം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. നിസാരമായി കാണുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ലാഭം നേടിത്തരുന്ന കാര്യങ്ങളായി മാറും. അതിനാൽ തന്നെ പല വ്യക്തികളെയും നിങ്ങൾ അവഗണിക്കുന്നുണ്ട് എങ്കിൽ അവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. അതിനാൽ തന്നെ ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടും ഉള്ള തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് ശുഭകരമായ സമയം തന്നെയാണ് ഇത്.
ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നതിലൂടെ ലാഭം മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരൂ എന്ന കാര്യവും ഓർക്കുക. സർക്കാരുമായി ബന്ധപ്പെട്ട ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഗാർഹികമായ അന്തരീക്ഷം സമാധാനപൂർണമായി മാറും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മംഗളകർമ്മങ്ങൾ സഫലമാകുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും. അതിഥി സൽക്കാരം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷം പകരുന്നതാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അവിവാഹിതരായ വ്യക്തികൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്ന കാര്യം ഓർക്കുക. ഗ്രഹാനുകൂല്യം ഉള്ള സമയമാണ് ഇത്. ഈ സമയം നിങ്ങൾക്ക് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷഫലങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും അത് അവഗണിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സംസാരം ശത്രുക്കളെ സൃഷ്ടിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ആ കാര്യം ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നതിന് മുൻപ് വിദഗ്ധാഭിപ്രായം നിങ്ങൾ നേടുന്നത് അഥവാ തേടുന്നത് ഏറ്റവും ശുഭകരമായിരിക്കും. സ്വഭാവം നിങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് സമാധാനം വന്നു ചേരും. ഗൃഹത്തിലെ തടസ്സങ്ങൾ, ഐക്യമില്ലായ്മ, കലഹങ്ങൾ എന്നിവ ഒഴിവാക്കുവാൻ സാധിക്കും. ഈ സമയം മംഗളകാര്യങ്ങൾ പോലുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന സമയമാണ്. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് കുടുംബദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളായിരുന്ന പല കാര്യങ്ങളും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മീനമാസം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക.